എന്തായിക്കാ? ആ അതെ വരുന്നു. നമ്മൾ 10 പേരില്ലേ, എനിക്ക് ഒരു മണി കുറച്ച് ചിക്കൻ മേടിച്ചോണ്ട് വാ, ഞാൻ ഷവർമ ഉണ്ടാക്കി തരാം. ആ ചിക്കൻ കൊണ്ടുണ്ടാക്കിയ ഷവർമയാണ് ഇത്. നല്ല ജ്യൂസിയാണ്, സ്പൈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മുളക് പൊടി, ചില്ലി ഫ്ലെക്സ്, മഞ്ഞൾ പൊടി, പെരിഞ്ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിനുള്ള ഉപ്പ്, 1/4 കപ്പ് തൈര്, നാരങ്ങ നീര് എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട, ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചതച്ച കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യുമ്പം ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും അത് കുതിരാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 വെളുത്തുള്ളിയും നമ്മൾ കുതിരാൻ വെച്ച ചില്ലി ഫ്ലെക്സും പകുതി സവാളയും 5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലെങ്കിലും ഒഴിക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഇത് അടിച്ചെടുത്തിയാൽ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. ഇത് അടിച്ചതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ഞാനിവിടെ വെളുത്ത എള്ള എടുത്തിരിക്കുന്നത്. എള്ള ഒന്ന് ഞാൻ കുറച്ചെടുത്ത് ഒരു 1/4 കപ്പെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. 1/4 കപ്പ് എടുത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുന്ന വഴി ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് കരിയിക്കരുത്, സിമ്മിലിട്ട് ഒന്ന് വറുത്തെടുത്ത് ഈ ഒരു പരുവാകുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മയണൈസ് ചേർക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് മയണൈസാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത മയണൈസ് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഒറിഗാനോവും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ തൈരും ഒരു 5-6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഷവർമയിൽ 2 ടൈപ്പ് സോസും റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം. 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നവരെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഞാനിവിടെ ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ ഇതെല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞതുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്നിലേക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചൊന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് വല്ലതും ഒന്ന് ഉടച്ച് കൊടുക്കുക. കാരണം ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ റോൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാനൊരു കുബൂസ് വെച്ച് അതിലേക്ക് ഞാൻ വൈറ്റ് സോസ് വെച്ച്, എന്ന് വെച്ചാൽ നമ്മുടെ മയണൈസും എല്ലാം കൂടെ ആയിട്ടുള്ള സോസ് ആദ്യം ചേർത്ത് പിന്നെ നമ്മുടെ ചില്ലി ഫ്ലെക്സ് എല്ലാം ആയിട്ടുള്ള സോസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വേണമെങ്കിൽ വെക്കാം, ഞാനിവിടെ വെക്കുന്നില്ല. പിന്നെ നമ്മുടെ ചിക്കനും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് റെഡ് സോസും വൈറ്റ് സോസും കൂടെ നമുക്കതിൻ്റെ മേൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ജ്യൂസി ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2 സൈഡും കൂടെ നമുക്കൊന്ന് കവർ ചെയ്തേക്കാം. നമ്മൾ ഷവർമയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയല്ലേ, അതേപോലെ നമുക്ക് ചെയ്തേക്കാം. ബാക്കി ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഷവർമയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ഷവർമയാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. വയലോട്ട് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ജ്യൂസി പോലെ ഇങ്ങനെ വരുമായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണം. ഇവിടെ ഞാൻ ആദ്യം പാത്തുമൊക്കെ കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത്തിരി സ്പൈസി ആയതുകൊണ്ട് അവൾക്ക് എരിവായിരുന്നു. പിന്നെ ഇക്കയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അയക്കണം കേട്ടോ. അപ്പം ഞങ്ങളുണ്ടാക്കി ഷവർമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.